പല വീടുകളിലും ഈ മരിച്ചവരുടെ ഫോട്ടോ വെക്കാൻ സമ്മതിക്കാറില്ല. എന്തുകൊണ്ടാണ്? അത് വാസ്തുശാസ്ത്രപരമായിട്ട് ദോഷമാണോ? ഇത് തന്നെയാണ് വാസ്തു. നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട്. ഈ ചിത്രങ്ങൾക്കൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് മുത്തശ്ശനെ പോയി തൊഴുതിട്ട് പോകുക എന്നുള്ള എനിക്ക് പോസിറ്റിവിറ്റിയാണ് തരുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ചെയ്യുന്നത് ആദ്യം അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാനായിട്ട്. ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ വാസ്തു കറക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പം ഒരുപാട് പേര് പറയുന്നൊരു വിഷയമാണ്. ഇപ്പം ഞാൻ എറണാകുളം എം ജി റോഡ് പോയി, ഇപ്പോൾ എം ജി റോഡില്ല പോട്ടെ, എറണാകുളം വൈറ്റില ജംഗ്ഷനിൽ ഞാനൊരു സ്പേസ് എടുക്കുകയാണ് ഓഫീസിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അവിടെ 1000 സ്ക്വയർ ഫീറ്റ് സ്പേസ് എടുത്തു. അപ്പോഴാണ് അതിൻ്റെ ഓഫീസിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ വാസ്തു പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ വാസ്തുപരമായ അതിനകത്ത് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുക, അങ്ങനെ ഒരു സ്ഥലത്ത് പ്രൈം ലൊക്കേഷനിലൊരു സ്പേസ് കിട്ടുന്നതാണോ വലുത്, വാസ്തുവാണോ വലുത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് സ്പേസിന് തന്നെ കൊടുക്കുന്നൊരു സാഹചര്യം നിർബന്ധിതമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി നമ്മളൊരു സ്പേസ് എടുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. നമ്മൾ കുറേ എഫേർട്ട് എടുത്ത് എല്ലാ ദിവസവും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻകം ഔട്ട് ഗോയിങ്സിനെയൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒത്തിരി പ്രോഫിറ്റ് വരണം. ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ നമുക്ക് വരാനുള്ളൊരു സാഹചര്യം ഈ സ്പേസ് നമുക്ക് നൽകുന്നില്ല എങ്കിൽ, ആ സ്പേസ് ഭയങ്കര നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്നൊരു സ്പേസ് ആണ് എങ്കിൽ അവിടെ നമ്മളത് എടുക്കുന്നതുകൊണ്ടൊരു പർപ്പസിനെ നഷ്ടപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ കുറേ സ്പേസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിക്കുമ്പോൾ വാസ്തു നോക്കണോ വേണ്ടയോ എന്നൊക്കെ സംശയം ഉണ്ടാവാനുള്ള കാരണം എന്താണ് വാസ്തു എന്നും എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നും നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആകാത്തതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ വാസ്തുവിനെ പറ്റി ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് ഒരു ഒഴുക്കുള്ള നദി. നമ്മൾ ഒഴുക്കിന് പാരലായിട്ട് നീന്തുവാണെങ്കിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഒഴുക്കിന് എതിരായിട്ട് നീന്തുമ്പോൾ ഒത്തിരി ടൈമും എനർജിയും പോകുന്നതല്ലാണ്ട് നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് വാസ്തു. നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്. അപ്പോൾ ആ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ സ്പേസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതുപോലൊരു എനർജി ഡ്രെയിനിങ് അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ ഇത്തരം നെഗറ്റീവായിട്ടുള്ള സ്പേസിൽ ഒരു 5-6 വർഷം താമസിച്ച സ്ഥലത്താണ് പോകണമെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ ഞാനിങ്ങനെ കോമ്പസ് വെച്ച് നോക്കിയപ്പോൾ തന്നെ ഒരു ടിൽറ്റഡ് സ്പേസ് ആണ്. അപ്പോൾ തന്നെ അവർ പറയാം, മാഡം വേണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലം വേണ്ട, അഡ്വാൻസ് കാശല്ലേ, അത് പോട്ടെ എന്ന് പറയണു. അപ്പോൾ അതെനിക്ക് ആദ്യമായിട്ട് ഒരു അനുഭവം. അവരങ്ങനെ പറയാനുള്ള കാരണം അവരനുഭവിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് അവർക്കറിയാം. നമ്മൾ വീടുകളും സ്ഥലങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ പോയി നോക്കി കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ട്. യെസ്. വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്ന് കാണിച്ചിട്ട് നമുക്ക് അതിന്റെ അല്ല, അതും ഉണ്ട് കേട്ടോ. വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്, വാങ്ങുന്നതിന് മുമ്പ് 2-3 പ്ലോട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതാ ബെറ്റർ അങ്ങനെ ചോദിക്കാറുണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്. ഞാൻ തിരിച്ച് വീണ്ടും കൊമേഴ്ഷ്യലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് കട കൊടുക്കുന്ന ഒരാൾ വാസ്തുശാസ്ത്രം നോക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഒരു ചെറിയ മുറി മുതൽ എത്ര ഏരിയ വരെ വേണമെങ്കിലും വാസ്തു നോക്കാൻ സാധിക്കും. അത് ഞാൻ ചോദിക്കുന്നത്, 100 സ്ക്വയർ ഫീറ്റിന്റെ ഒരു മെഡിക്കൽ ഷോപ്പ്, അവിടെ എന്ത് വാസ്തു കണ്ടുപിടിക്കാനാ? ഷോപ്പ് എടുക്കുക, ചുറ്റും എന്താ പറയാ ഷെൽഫ് അടിക്കുക, മരുന്ന് വാങ്ങി വെക്കുക, ഫ്രണ്ടിൽ കൗണ്ടർ ഇടുക, മരുന്ന് വയ്ക്കുക. അത്തരത്തിലൊരു ഷോപ്പ് എടുക്കുമ്പോൾ നമ്മൾ ആ ഷോപ്പിന്റെ മെയിൻ എൻട്രി എങ്ങോട്ടാണ് വരുന്നത്? ഇനി ആ ഷോപ്പിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു വാഷ് ബേസിൻ ഉണ്ടോ, അല്ലെങ്കിൽ ആ മെയിൻ ക്യാബിൻ, ക്യാഷ് കൗണ്ടർ എവിടെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പറയാമെങ്കിൽ അവര് നോക്കിയിട്ട് ചെയ്യുമായിരുന്നു ആളുകൾ. എനിക്ക് തമ്പനയിലും ഇടായിരുന്നു, മെഡിക്കൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഞാൻ അതുകൊണ്ട് ചില കാര്യങ്ങൾ കട്ട് ചെയ്ത് നിർത്തുന്നത്. നിഷാന്ത് സാറിന്റെ കൃത്യമായ ട്രെയിനിങ് അതിനകത്ത് ഉണ്ടെന്ന് വളരെ കൃത്യമായി. അതല്ലാതെ നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ കാശ് വാങ്ങുന്ന കാരണം മുതൽ ഇതെല്ലാം സാറ് ഗംഭീരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാനായിട്ട്. അതിനൊക്കെ സാറാണ് ട്രെയിൻ. എനിക്ക് തോന്നുന്നു നിഷാന്ത് സാർ ആദ്യം ഈ ഓഫീസിൽ വരുമ്പോൾ വന്ന് നോക്കിയിട്ടൊക്കെ എന്നോട് പറഞ്ഞു, ഇവിടെ കുറെ കറക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സാറെ പോയി. നമ്മളായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ, ആദ്യമായിട്ട് വരിക. പക്ഷെ 2ാമത്തെ തവണ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എല്ലാം കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ചോദിച്ചാൽ വാ കുറച്ച് കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കന്നിമൂലയിലായിരുന്നു എൻ്റെ കിച്ചൺ ഈ ഇതിൻ്റെ. അപ്പോൾ സാറാണത് പറഞ്ഞത്, അത് മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തസ്മൈ ഗുരുജി ഉപയോഗിച്ചിട്ടുന്ന ഓഫീസാണ്, പുള്ളിക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാമല്ലോ. ഇതിൻ്റെ പുള്ളിയാണ് ഇത് പണിയിപ്പിച്ചത്. അന്ന് പിന്നീടാണ് നമ്മൾ മാറ്റി പണിയത്. പുള്ളി പറഞ്ഞു, അത് ഓരോരുത്തർക്കും ഇരിക്കേണ്ടുന്നതിന് ഓരോ സാധനങ്ങളുണ്ട്. ഗുരുജി തികച്ചും സ്പിരിച്വലായി പോകുന്നൊരു മനുഷ്യനാണ്. പുള്ളിക്ക് കന്നിമൂലയിൽ ഇരുന്നാലും ഒരു അടുക്കള വെച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷെ രോഹിത് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്
എന്നെ കൊണ്ട് അടുക്കള പൊളിപ്പിച്ച് എൻ്റെ ക്യാബിൻ പണിയിപ്പിച്ച് എൻ്റെ വിശാലമായ 200 സ്ക്വയർ ഫീറ്റ് ക്യാബിൻ മാറ്റിയിട്ട്, കാരണം അവിടെ അത്ര സ്പേസ് ഉള്ളതുകൊണ്ട് ആ ഒരു 70 സ്ക്വയർ ഫീറ്റിലേക്ക് എന്നെ ഒതുക്കിയിരുത്തിയത് നിശാന്ത്. നന്നായി. ഓക്കെ. പക്ഷേ പുള്ളി എനിക്ക് കുറച്ച് എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ ക്യാബിനിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു. ഈ ചിത്രങ്ങൾക്കൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് ഭയങ്കര ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് നമ്മുടെ ലിവിങ് സ്പേസിൽ വെക്കുന്നതെങ്കിൽ എപ്പോഴും നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ് നൽകുന്നത്. നേരെ മറിച്ച് ഒരു കരയുന്ന കുട്ടിയുടെ ഒരു പെയിന്റിംഗ് ആണെങ്കിൽ ആ നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന സ്പേസിൽ വെക്കുന്ന ഈ ഇമേജസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജസ് വേണം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സാറിനെ ഞെട്ടിച്ചോണ്ട് സാർ എന്നോട് പറഞ്ഞ പടത്തിന് സാർ ഉദ്ദേശിച്ച് ചെറിയൊരു ഫോട്ടോ വെക്കാനാണ് ഞാൻ വലിയ ഫോട്ടോ അടിച്ച് വോള് മുഴുവൻ അക്കറിലേക്കിൽ വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തോ? വീണ്ടും വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആഹാ എങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോ എനിക്ക് അയച്ചു, എനിക്കും വെക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അത്രയും മനോഹരമായിട്ടൊരു പടം വെച്ചു. സാറ് പറഞ്ഞതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് എൻ്റെ ഇഷ്ടദൈവമായ ഗണപതിയുടെ വലിയൊരു ഫോട്ടോ അവിടെ വെച്ചു. അതിനുശേഷം നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. വളരെ മനോഹരമായ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ ഫോട്ടോസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ചിലർ പറയും വീടുകളിൽ മരിച്ച കാരണവന്മാരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല, മരിച്ചവരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല, അത് നെഗറ്റീവ് എനർജി വിളിച്ചു വരുത്തും എന്നൊക്കെ പറയും. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാനലുകാരൻ ഹരി പത്മനാഭത്തിനോട് ചോദിച്ചപ്പോൾ, ഹരിച്ചേട്ടനോട് ചോദിച്ചു, ഹരിച്ചേട്ടൻ പറഞ്ഞ മറുപടി, എൻ്റെ അച്ഛൻ്റെ പടം എൻ്റെ വീട്ടിലല്ല അയലോകക്കാരൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ എന്ന് വളരെ തമാശ രൂപേണ അദ്ദേഹം ചോദിച്ചു. പക്ഷെ പലരും പല വീടുകളിലും ഈ മരിച്ചവരുടെ ഫോട്ടോ വെക്കാൻ സമ്മതിക്കാറില്ല. എന്തുകൊണ്ടാണത്? അത് വാസ്തുശാസ്ത്രപരമായിട്ട് ദോഷമാണോ? അല്ല, മരിച്ചവരുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ആ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോ ലിവിങ് റൂമിൽ വെച്ച് കഴിയുമ്പോൾ ഇത് കാണുന്ന അമ്മ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും തലകറങ്ങി വീഴുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഫോട്ടോ കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അകാലത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ ഒരു ഇതാണ്. പക്ഷേ അതേസമയം എൻ്റെ മുത്തശ്ശനുണ്ട്, എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കഥകളൊക്കെ പറഞ്ഞു തന്ന ആളാണ്, കുറേ എനിക്ക് മനോഹരമായ പാഠങ്ങൾ പറഞ്ഞു തന്ന ആളാണ്. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ എനിക്കിത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഒന്ന് മുത്തശ്ശനെ പോയി തൊഴുതിട്ട് പോകുക എന്നുള്ള എനിക്ക് പോസിറ്റിവിറ്റിയാണ് തരുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ചെയ്യുന്നത് നമ്മളെ ബൂസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റിവിറ്റി നൽകുന്നതാണ് ആ ചിത്രമെങ്കിൽ അത് വെക്കുന്നത്. ഞാനൊരു വീഡിയോ, ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് തിരുവനന്തപുരത്ത് അവരുടെ മകനെ ഒരു 3 ഗുണ്ടകൾ ചേർന്ന് ഇടിച്ചു കൊന്നതാണ്. വീടിൻ്റെ സൈഡിലിട്ട് ഇടിച്ചു കൊന്നു, ക്രൂരമായി കൊന്നു. അപ്പോൾ അവരെല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആ മകന് ചോറുണ്ണുന്നതിന് മുമ്പിട്ട്, അവർ കഴിക്കുന്നതിന് മുമ്പിട്ട് ആഹാരം വിളമ്പി വെച്ചിട്ട് അവിടെ വന്നിരുന്ന മകനത് കഴിക്കുമെന്ന സങ്കല്പത്തിൽ പണ്ടത്തതുപോലെ മോനോട് കാര്യം പറഞ്ഞതിനോട് കാര്യങ്ങളൊക്കെ പറയുക അമ്മ. ഇവരുടെ അച്ഛൻ കുറച്ച് ചോറ് കാക്കകൾക്ക് കൊണ്ട് കൊടുക്കും വീടിൻ്റെ പുറത്ത്. അതാണ് ഞാൻ എടുക്കാൻ പോയ സ്റ്റോറി. അപ്പോൾ എൻ്റെ കൂടെ വന്ന ക്യാമറാമാൻ നേരത്തെ പല ചാനലുകൾക്ക് വേണ്ടി ഈ സ്റ്റോറി ചെയ്തിട്ടുള്ള ഒരാൾ, എന്നെ അദ്ദേഹം അവിടെ വിളിച്ചുകൊണ്ട് പോകണം. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അവർ ഇലയിട്ടു, ആഹാരമൊക്കെ വിളമ്പി, വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട്, മോനെ അങ്ങനാടാ ഇങ്ങനാടാ ഇന്ന് ഈ മീനെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ കൂടെ വന്ന ക്യാമറാമാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ആ കരച്ചിൽ കണ്ണ് നിറഞ്ഞ് നിൽക്കുമ്പോൾ ഈ അവിടെ ഒരു കവറിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പൊതിഞ്ഞ്. പുള്ളി ആ കവർ എടുത്തിട്ട് പെട്ടെന്ന് ആ പൊതിഞ്ഞ സാധനം അടുത്തോട്ട് കൊണ്ടുവന്ന് അത് കെട്ടഴിച്ചിട്ട് ഈ അമ്മയുടെ കയ്യിലോട്ടും കൊടുത്തു. ഈ പുള്ളി നേരത്തെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം. അതാ പയ്യൻ്റെ ഫോട്ടോ ആയിരുന്നു മരിച്ചുപോയത്. ഈ ഫോട്ടോ കയ്യിൽ കിട്ടിയപ്പോൾ ഈ അമ്മ ഭയങ്കരമായിട്ട് കൂട്ടുകാരൻ. പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ അമ്മയ്ക്ക് ഈ മകനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ സഞ്ചയനത്തിന് ഫോട്ടോ ഫ്രെയിം ചെയ്യണമല്ലോ നിർബന്ധമായിട്ടും, ഈ ഹിന്ദു കമ്മ്യൂണിറ്റി എല്ലാവരും ചെയ്യുന്നു. അന്ന് എന്തോ ഫ്രെയിം ചെയ്ത് വെച്ച പടവാ, കാണാൻ വയ്യാത്തതുകൊണ്ട് ഇവരിതിനെ പൊതിഞ്ഞ് വെച്ചിരിക്കുക. സ്വാഭാവികമായിട്ടും ക്യാമറാമാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഥ പറയുമ്പോൾ കുട്ടിയുടെ ഫോട്ടോ കാണിക്കണമല്ലോ, പയ്യൻ്റെ ഫോട്ടോ കാണിക്കണം, അതിനുവേണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവൻ്റെ കയ്യിൽ കൊടുത്താണ്. അപ്പോഴേക്ക് ഭയങ്കരമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ അമ്മയുടെ കരച്ചിട്ട്. ഞാൻ എൻ്റെ തൊണ്ടയുടെ ട്രിപ്പ് പിന്നെ മിണ്ടാൻ പറ്റില്ല. പിന്നെ ഞാൻ സമാധാനിപ്പിച്ച് ഒരു ഔട്ട്റോ അടിച്ചിട്ട് അവിടെ എങ്ങനെ എസ്കേപ്പ് ആവാം എന്ന ചിന്തയിൽ ഞാൻ അവിടെ നിന്ന് ഊരിയതാണ്. ചില ഫോട്ടോകൾ അങ്ങനെയാണ്. അതെ അതെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളിത് വെക്കണോ വേണ്ടയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് മുൻപ് ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷൻസ്, ഇതെല്ലാം വാസ്തു ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളും നമ്മളെ എനർജറ്റിക് ആയിട്ട്. ഇതേപോലെ തന്നെ അതേ പ്രായത്തിലുള്ള മറ്റൊരു മകൻ മരിച്ചുപോയ ഒരു അമ്മയുടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ആ അമ്മ പറയുന്ന മകൻ പിന്നെ മൈനയായി പുനർജനിച്ചു, ആ മൈന മരിച്ചുപോയി, അങ്ങനെയൊക്കെ പറയുന്നൊരു അമ്മയാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ അതേ പൊക്കത്തിൽ കട്ടൗട്ടർ ചെയ്ത് വെച്ചേക്കാം മകൻ്റെ.
ആ അമ്മ പറയുന്നത് ഇതെനിക്ക് കാണുമ്പോൾ സന്തോഷമാണ്, മകൻ വിട്ടുപോയിട്ടില്ല. ആ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, അതാണ്. അല്ലാതെ ഇതിന് വേറെ ശാസ്ത്രീയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല, നമുക്കത് പോസിറ്റീവാണ്, നമുക്കത് സന്തോഷം നൽകുമെങ്കിൽ അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ ഓക്കെ. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ചില ആളുകൾ അവർക്കറിയാം വാസ്തുശാസ്ത്രപരമായിട്ട് ഞാൻ താമസിക്കുന്ന വീട് പ്രശ്നമാണ്, പക്ഷേ പണം ചിലവാകേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു കൂട്ടമാണ്. അവരോട് എന്താ പറയാനുള്ളത്? ഇതിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ എന്താണ് ഈ എക്സാക്ട്ലി ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് എന്നുള്ള ക്ലാരിറ്റി കുറവുകൊണ്ടാണ് ഈ പൈസയ്ക്കൊരു മുൻതൂക്കം എപ്പോഴും കൊടുക്കുന്നത്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ സർജറി പറഞ്ഞു കഴിഞ്ഞാൽ സർജറിക്ക് ഭയങ്കര കാശാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കില്ലല്ലോ. അപ്പോൾ ആവശ്യം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് അതൊരു ഭയങ്കര റിക്വയർമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമ്മളതിന് പൈസ ചിലവാക്കാൻ തയ്യാറാവും. അങ്ങനെ ഒരു കാര്യം ഇതിന് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു പൈസ എന്ന് പറയുന്നൊരു കാര്യം കൊണ്ട് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഞാനൊരു വീട്ടിൽ കൺസൾട്ട് ചെയ്യാൻ പോയി, ഒരു പ്ലോട്ട് നോക്കാൻ പോയപ്പോൾ, പക്ഷേ പ്ലോട്ടിലോട്ട് കയറാൻ പോലും പറ്റാതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. ഇപ്പോൾ വീട് കൺസൾട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൂടുതലും നമുക്ക് ആ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ഇന്ന കാര്യങ്ങൾ പിക്ക് ചെയ്ത് പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കണക്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് കറക്ഷൻ ചെയ്തത്. അപ്പോൾ അന്ന് കൺസൾട്ടിങ് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ഒരു റിനോവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു 1 month ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്നെ കണ്ടു. പറഞ്ഞാൽ ഞാൻ കാശൊക്കെ ഇറക്കിയേക്കണയാ, വീട് പൊളിച്ച് പണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കണയാ, ഇത് വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് ആളുടെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ വന്ന ചേഞ്ച് ഉണ്ട് ആ പൈസ ഇറക്കിയപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വരുമെന്ന് പറഞ്ഞു. ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഞാൻ വിളിക്കുമെന്ന് ചെയ്യാൻ ഞങ്ങളൊരു ഒരു കോമൺ ഇവൻറ്റിൽ വെച്ച് കണ്ട പുള്ളി എന്നോട് ഇങ്ങോട്ട് ഓടി വന്ന് പറഞ്ഞു, അന്ന് ചെയ്തില്ലേ, ഞാൻ എൻ്റെ ഇത്ര പുതിയ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്തു, എനിക്ക് ഇത്ര വരുമാനം ഉണ്ടായി, ഇത്ര ഗംഭീരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞു. ഇതാണ് ആ ചേഞ്ച്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആദ്യം ഇഷ്ടപ്പെട്ട ആൾ പൈസ ഇറങ്ങുമ്പോൾ അവളുടെ മാനസികാവസ്ഥയിൽ വ്യത്യാസം വന്നു, റിസൾട്ട് വരുമ്പോൾ ഹാപ്പി. ഇതാണ് കാര്യം. ഇനി രണ്ടാമത് പുള്ളി ഒരു 3 നില കെട്ടിടം പണിതു പുള്ളിയുടെ ബസ്. അത് എന്തായാലും വാസ്തു പെർഫെക്റ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആദ്യത്തെ ഒരു സിറ്റുവേഷനിൽ പുള്ളി ഇത് പറയില്ല, അനുഭവം വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപർണ ഈ ചെറിയ പ്രായത്തിലെ ഈ വാസ്തു പഠിച്ചിട്ട് കൺസൾട്ടേഷൻ പോകുമ്പോൾ ഒരു വാസ്തുശാസ്ത്രം നോക്കാൻ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ അല്ലല്ല ഒരു നിശാന്ത് നോബൽ സാർ ലുക്കുള്ള ഒരാള് സാറ് നല്ല പൈജാമയൊക്കെ ഇട്ട് അതിന് മേലൊരു കോട്ടൊക്കെ ഇട്ടിട്ട് സാറിന്റെ മുടിയും സാറിന്റെ ഒരു രൂപവും നമ്മുടെ ഓർമ്മയിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ വേഴപ്പറമ്പിൽ നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നോക്കാൻ വരുന്ന ആളാണ്. വലിയ ഇന്നോവയിൽ ഷർട്ടൊന്നും ഇടാതെ വലിയ പൂണൂലൊക്കെ ഇട്ട് വലിയ മാലയൊക്കെ ഇട്ട് തോളത്തൊരു തോർത്തും പുള്ളിയുടെ മറ്റേ ടേപ്പൊക്കെ പിടിക്കാനും മറ്റു കാര്യമൊക്കെ ഇട്ട് 3 അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് എൻ്റെ മനസ്സിലുള്ളത്. സ്വാഭാവികമായിട്ടും അപർണയെ വിളിക്കുമ്പോഴും ആളുകൾ വിചാരിക്കണം അപർണ 10-50 വയസ്സുള്ള ഒരാൾക്ക് അപർണ എന്ന് പേരോ എങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ചെല്ലുമ്പോൾ എന്താ ഒരു കൊച്ചുകുട്ടി. അപ്പൊ അങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ ഒരിടത്ത് ഇങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ എന്നെ ദൂരെ നിന്ന് കണ്ടിട്ട് ആഹാ ഇത്ര ചെറുപ്പത്തിൽ ഇത് തുടങ്ങിയോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇത് നമ്മുടെ അമ്മൂൻ്റെ അത്രയല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലൊരു കുട്ടിയുടെ അത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ കാണുമ്പോൾ അല്ല നമ്മൾ നേരിട്ട് ഒരാളുടേക്ക് എത്തുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും എല്ലാം സ്വാഭാവികം നമ്മുടെ രൂപത്തിനും നമ്മുടെ പ്രായത്തിനും ഒക്കെ ഈ പണിക്ക് ഇവർ പറ്റുന്നവരല്ല. ഇപ്പം മാറി കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു 22 വയസ്സുള്ളപ്പോഴാണ് ഒരു റോഡ് ടാർ ചെയ്യാൻ പോകുന്നത്. അച്ഛൻ വീട് കോൺട്രാക്ടറായിരുന്നു. അച്ഛൻ ഒരു റോഡ് പണി എടുത്തിട്ട് മെറ്റീരിയലൊക്കെ സപ്ലൈ ചെയ്തിട്ടിട്ട് പിന്നെ പെങ്ങളുടെ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് പണി ഒരുപാട് ലേറ്റായി. അച്ഛനെ സർജറിയുമായി ബന്ധപ്പെട്ട് അമൃതയിൽ കിടക്കുമ്പോൾ അവിടെ ഭയങ്കര സമരം, ഇലക്ഷൻ വന്നു. അപ്പോൾ ആ റോഡ് പണി കഴിഞ്ഞിട്ട് ഭയങ്കര സമരം നടക്കുന്നു, പാർഡും നിരാഹാരം ഇരിക്കുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിതനാവുകയാണ് ഇത് ചെയ്യാൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ അമ്മാവൻ അന്ന് കോൺട്രാക്ടർ ആയതുകൊണ്ട് അമ്മാവൻ്റെ സഹായത്തോടു കൂടി ഞാൻ ടാറൊക്കെ ഒപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് ഞാൻ ആദ്യമായിട്ട് സ്വന്തം കയ്യിലൊരു പണി, അതും ഈ ടാറ് പണി എന്ന് പറയുന്നത് ഇച്ചിരി മെനക്കേട് പണിയാണല്ലോ, കോൺക്രീറ്റ് പോലൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ പാർട്ടിക്കാർ പിരിവിന് വരും. എൻ്റെ അടുത്ത് കോൺട്രാക്ടർ ഇല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. എവിടാ? എറണാകുളത്ത്. 2 ദിവസം കഴിഞ്ഞേ വരും. അതായത് ഇവരെന്തിനാ വരുന്നത്? 2000-5000 പിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കണ്ട അന്ന് ഇപ്പോഴാണ് തണ്ടും തടിയൊക്കെ, അന്ന് മെലിഞ്ഞ് ഒട്ടിയിരിക്കുന്ന ഒരു പയ്യൻ
കോൺട്രാക്ടർ ഇല്ല എന്തിയേ ഞാൻ വന്ന് എറണാകുളത്ത് വരെ പോയേക്കോ എപ്പോൾ വരും 2-3 ദിവസം കഴിഞ്ഞ് വരുമായിരിക്കും. ഞാൻ ഈ 2 ദിവസം കൊണ്ട് ഈ പണിയും തീർത്തോടെ മുങ്ങാനാണ് ഇരിക്കുന്നത്. പക്ഷെ അവസാനം ഒരാൾ എന്നെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു പറ്റിക്കരുത്, നിങ്ങളല്ലേ കോൺട്രാക്ടർ മെമ്പർ പറഞ്ഞു. അപ്പം ഈ ചെറിയ രൂപവും ചെറിയ പ്രായവും ഒക്കെ നമ്മളെ പല രീതിയിലും ബാധിക്കാറുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ ആദ്യം പരിചയപ്പെടുമ്പോൾ എന്നോട് രാഹുൽ ഇങ്ങനെ ഒരാളുണ്ട് വാസ്തുശാസ്ത്രം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കാണാൻ വന്നപ്പോൾ ആദ്യം നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് രാഹുലായിട്ട് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ ഇരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കണ്ടപ്പോഴും വിചാരിച്ചു ഈ ചെറിയ പ്രായത്തിലെ വാസ്തുശാസ്ത്രം. പിന്നെ ഞാൻ നിശാന്ത് സാറിൻ്റെ ഒരു ശിഷ്യയെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ എന്ന് പറഞ്ഞാൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, നന്നായിട്ട് എൻ്റെ സ്റ്റുഡൻസിൽ മികച്ച കുട്ടികളിൽ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് സാറ് നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്, തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഒരു കുഴപ്പമില്ല. അല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു കൗതുകം ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാരും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളത്. ഞാനത് 2 തവണ ചോദിച്ചല്ലോ, ആദ്യം കണ്ടപ്പോഴും ചോദിച്ചു, ഇന്ന് ചോദിച്ചു. അതാണ് അത് കൂടുതൽ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ പറയും ഞാൻ വിളിക്കാൻ കാരണം ഇത് പെൺകുട്ടി ആയതുകൊണ്ടാണ്, പെൺകുട്ടികൾ വാസ്തു അങ്ങനെ പഠിക്കാറില്ലല്ലോ, ആ ഒരു ക്യൂരിയോസിറ്റിയും കൊണ്ട് നമുക്ക് ഒത്തിരി കോൾസ് വരാറുണ്ട്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി ഒക്കെ നടക്കാറുണ്ട്. എന്നെ അത് ഒരു രീതിയിലും മോശമായിട്ട് ബാധിച്ചിട്ടില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അല്ല, അതങ്ങനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി പോവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും കുറച്ചുകൂടെ പ്രശ്നങ്ങളൊക്കെ പേഴ്സണലി എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതിനകത്തൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ വാസ്തുവൊക്കെ നോക്കാൻ പോകുമ്പോൾ പുരുഷന്മാരാണല്ലോ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അപ്പോൾ സ്ത്രീകളാവുമ്പോൾ 2 കൂട്ടർക്കും കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു സാധ്യത കൂടി അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എന്തായാലും അപർണ, വളരെ സന്തോഷമുണ്ട്. വളരെ ആരോഗ്യകരമായ ഒരു ചർച്ച. ഇനിയും നമുക്ക് വാസ്തുശാസ്ത്രത്തിലെ കഥകൾ ഇനി അടുത്ത തവണ വരുമ്പോൾ ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടായ കുറച്ച് കഥകൾ കൂടി കേൾക്കാൻ പറ്റും, എക്സ്പീരിയൻസ് കൂടി കേൾക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.